നമസ്കാരം. ഫാസ്റ്റ് ന്യൂസ് ആരംഭിക്കുകയാണ്. കോഴിക്കോട് നിപ ഭീതിക്കൊപ്പം വിടാതെ ഷിഗല്ല വ്യാപനവും ഉയർന്നതോടെ ആരോഗ്യവകുപ്പ് പ്രതിരോധ നടപടികൾ തുടങ്ങി. കിണറിൽ സൂപ്പർ ക്ലോറിനേഷൻ നടപടികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഹോട്ടലുകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പും പരിശോധന തുടങ്ങി. ജില്ലയിലെ 2 പേർ ഉൾപ്പെടെ സംസ്ഥാനത്ത് 5 പേരാണ് ഷിഗല്ല ബാധിച്ച് മരിച്ചത്. ഇന്നലെ റിപ്പോർട്ട് ചെയ്ത 3 കേസുകൾ ഉൾപ്പെടെ 70 പേർക്കാണ് ഇതുവരെ കോഴിക്കോട് രോഗം സ്ഥിരീകരിച്ചത്. കൊല്ലത്ത് വീണ്ടും ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നു. കൊല്ലം പോരുവഴി സ്വദേശിയായ 7 വയസ്സുകാരനാണ് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചത്. 7-ാം മൈൽ സെന്റ് തോമസ് റെസിഡൻസ് സെൻട്രൽ സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 1.5 ആഴ്ച മുമ്പ് ഇതേ സ്കൂളിലെ 100-ലധികം വിദ്യാർത്ഥികൾക്ക് കൂട്ടത്തോടെ ഭക്ഷ്യവിഷബാധ ഏറ്റിരുന്നു. സ്കൂളിൽ വിതരണം ചെയ്ത പുറത്തുനിന്നെത്തിച്ച കുടിവെള്ളമാണ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. തൃശൂർ മാപ്രാണത്ത് ഷിഗല്ല ബാധിച്ച 43-കാരൻ മരിച്ച സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ച. സംഭവം ബന്ധുക്കളെ അറിയിച്ചില്ലെന്ന് മരിച്ച വ്യക്തിയുടെ കുടുംബം ആരോപിക്കുന്നു. ഭാര്യയെയും മക്കളെയും പോലും ആരോഗ്യവകുപ്പ് പരിശോധിച്ചിട്ടില്ല. റിപ്പോർട്ട് പുറത്തുവന്ന് 1 ദിവസം പിന്നിട്ടിട്ടും സമ്പർക്ക പട്ടിക തയ്യാറാക്കാത്തതിൽ ഗുരുതര വീഴ്ച സംഭവിച്ചു. ഇന്നാണ് ആരോഗ്യവകുപ്പ് കുടുംബവുമായി ബന്ധപ്പെട്ടതെന്നാണ് ആരോപണം. സിറപ്പുകളുടെ വിൽപ്പനയിൽ കർശന നിയന്ത്രണം പുറത്തിറക്കി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഡോക്ടറുടെ കുറിപ്പിടിയില്ലാതെ ഇനി ഫാർമസികളിൽ നിന്ന് സിറപ്പ് ലഭ്യമാകില്ല. കഫ് സിറപ്പ് ഉൾപ്പെടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നൽകാനാവൂ എന്ന് ആരോഗ്യ മന്ത്രാലയം ഉത്തരവ് പുറത്തിറക്കി. നീറ്റ് UG പുനഃപരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പൊതു താൽപര്യ ഹർജി. 22 ലക്ഷം വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ നടത്താനുള്ള തീരുമാനം ഏകപക്ഷീയമെന്നാണ് ഹർജിയിലെ വാദം. അതേസമയം പുനഃപരീക്ഷ 1 മാസം നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ NTA-ക്ക് നിവേദനം നൽകി. ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനായി ടെലഗ്രാമിന് ഇന്ത്യയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന പ്രചാരണം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിച്ചതായി CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ P. രാജീവ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലും വെള്ളാപ്പള്ളി വിഷയത്തിലും വീഴ്ച പറ്റിയതായും രാജീവ് തുറന്നു പറഞ്ഞു. മലപ്പുറത്ത് EMSന്റെ ലോകം സെമിനാറിൽ പ്രതിനിധികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു രാജീവ്. പത്മകുമാർ പത്തനംതിട്ട ജില്ലയിലെ പാർട്ടിയുടെ അന്തകനാണെന്ന് വിമർശനം. അദ്ദേഹത്തിനെതിരെയുള്ള അച്ചടക്ക നടപടി സസ്പെൻഷനിൽ ഒതുക്കി ലഘൂകരിച്ചതിൽ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് കടുത്ത എതിർപ്പുണ്ട്. പത്മകുമാർ നിരന്തരം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുകയാണെന്നും ശബരിമല തട്ടിപ്പിലടക്കം പങ്കാളിയായ പത്മകുമാറിന്റെ ഭീഷണികൾക്ക് പാർട്ടി വഴങ്ങരുതെന്നും വിമർശകർ ആവശ്യപ്പെടുന്നു. അതേസമയം ജില്ലാ കമ്മിറ്റി തീരുമാനം പത്മകുമാർ അംഗീകരിക്കുന്നതായും തൽക്കാലം സംയമനം പാലിക്കുമെന്നും പത്മകുമാറുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞു. ശബരിമല സന്നിധാനത്ത് സ്വർണം പൊതിഞ്ഞ ശ്രീകോവിലിന്റെ മുകളിൽ ഭാഗികമായി നിറവ്യത്യാസം കണ്ടെത്തി. ശ്രീകോവിലിന്റെ മുകളിലേക്ക് ഏതോ ദ്രാവകം ഒഴിച്ചതാകാമെന്ന സംശയത്തെ തുടർന്ന് ദേവസ്വം അധികൃതരും ഉദ്യോഗസ്ഥരും സ്ഥലത്ത് അടിയന്തര പരിശോധന നടത്തി. തിരുവാഭരണ കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഭക്തർ അഭിഷേകത്തിനായി കൊണ്ടുവന്ന നെയ്യ് വീണതാകാം ഈ നിറവ്യത്യാസത്തിന് കാരണമെന്നാണ് അധികൃതരുടെ പ്രാഥമിക നിഗമനം. മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്തയുടെ ഭാര്യ ജയ എസ് കർത്തയെയും മകൻ ശരൺ എസ് കർത്തയെയും ED ചോദ്യം ചെയ്യുന്നു. CMRLും പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക്കുമായി നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടിലാണ് ചോദ്യം ചെയ്യൽ. സാമ്പത്തിക ഇടപാടിലെ രേഖകളും ED പരിശോധിക്കുന്നുണ്ട്. നാളെ ഹാജരാകാൻ വീണ വിജയന് ED നോട്ടീസ് നൽകിയിട്ടുണ്ട്. തൃശൂർ ആളൂരിൽ പോലീസ് സംഘത്തിന്റെ വാഹനം ഇടിച്ച് 2 പേർക്ക് ഗുരുതര പരിക്ക്. ചാലക്കുടി സ്വദേശിയായ 16-കാരൻ ജൂവിന്റെ നില അതീവ ഗുരുതരം. അനന്തകൃഷ്ണൻ എന്ന 18-കാരനും ഗുരുതരമായി പരിക്ക്. ഇലക്ട്രിക് സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന കുട്ടികളെ പിറകിൽ നിന്നും വന്ന ഡാൻസർ സംഘത്തിന്റെ വാഹനം ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെയും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.